ആരാണ് പത്മകുമാർ? അതുകൂടി പരിശോധിക്കാം. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെ പത്തനംതിട്ട ജില്ലയിലെ മുഖമായി മാറിയ CPM നേതാവ്. 30-ാം വയസ്സിൽ കോന്നി MLA ആയതോടുകൂടി അനിഷേധ്യനായ നേതാവ്. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ ജില്ലയിൽ പിണറായി പക്ഷത്തെ കരുത്തൻ. അതെ, 4 പതിറ്റാണ്ടായി പത്മകുമാറിനൊപ്പമാണ് CPM ജില്ലാ നേതൃത്വം. 1983-ൽ CPMന്റെ ആദ്യ ജില്ലാ കമ്മിറ്റി പത്തനംതിട്ടയിൽ രൂപീകൃതമായപ്പോൾ മുതൽ ജില്ലാ കമ്മിറ്റി അംഗം. 25-ാം വയസ്സിൽ പാർട്ടി ഏരിയ സെക്രട്ടറി. DYFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിരിക്കെ കന്നിയംഗത്തിൽ 1991-ൽ കോന്നിയിൽ നിന്നും നിയമസഭാംഗമായി. 916 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം. എന്നാൽ MLA ആയി തുടർ വിജയമുണ്ടായില്ല. 1996-ൽ അടൂർ പ്രകാശിനോട് സിറ്റിംഗ് സീറ്റിൽ പരാജയം. പിന്നീട് 2001-ൽ ആറന്മുളയിൽ വീണ്ടും മത്സരിച്ചപ്പോഴും തോറ്റു. മാത്രമല്ല CPM ഗ്രൂപ്പ് മത്സരം ജില്ലാ സമ്മേളനങ്ങളിൽ സജീവമായിരിക്കെ പിണറായി പക്ഷത്തു നിന്നും ജില്ലാ കമ്മിറ്റിയിലേക്കും മത്സരിച്ച് തോറ്റു. എന്നാൽ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് വീണ്ടും ജില്ലാ കമ്മിറ്റിയിലേക്കും ജില്ലാ സെക്രട്ടേറിയറ്റിലേക്കും ഉൾപ്പെടുത്തി. 2017-ൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കാലത്തും സ്ത്രീ പ്രവേശന വിവാദകാലത്തും ദേവസ്വം ഭരിച്ചത് പത്മകുമാർ. എന്നാൽ പത്മകുമാറിന്റെ ചില ഇടപെടലുകൾ CPM സംസ്ഥാന നേതൃത്വത്തിന്റെയും അതൃപ്തിക്ക് ഇടയാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് CPMന്റെ മറ്റൊരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായി പാർട്ടി ഓഫീസിൽ വെച്ച് ഏറ്റുമുട്ടി. പാർട്ടി ശാസനയും ഏറ്റുവാങ്ങി. പിന്നീട് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ മന്ത്രി വീണ ജോർജിനെ സംസ്ഥാന സമിതിയിലെ ക്ഷണിതാവാക്കിയതിൽ പരസ്യ പ്രതിഷേധം. അങ്ങനെ ജില്ലയിലെ പാർട്ടിയിൽ കല്ലുകടിയായ നേതാവായി പത്മകുമാർ. ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പത്മകുമാറിനെ ഇപ്പോൾ പിന്തുണയ്ക്കാത്തതിന് പിന്നിലെ രാഷ്ട്രീയവും മറ്റൊന്നല്ല. ഇതിനകത്ത് ആര് പ്രതിയായാലും, ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും രാഷ്ട്രീയ രംഗത്തു നിന്നാണെങ്കിലും ഒരാളെ പോലും സംരക്ഷിക്കുന്ന നിലപാട് പാർട്ടി സ്വീകരിക്കത്തില്ല. ഒരാളെ സഹായിക്കുന്ന നിലപാട് പാർട്ടി സ്വീകരിക്കത്തില്ല. കേസിൻ്റെ വിശദാംശങ്ങൾ അറിഞ്ഞതിന് ശേഷം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കണോ വേണ്ടയോ എന്ന കാര്യം ആലോചിക്കുകയുള്ളൂ. ചുരുക്കത്തിൽ പാർട്ടിക്ക് തലവേദനയായ ഒരു നേതാവ്. ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിലിരിക്കെ അഴിമതിയുടെ ചെമ്പ് തെളിഞ്ഞാൽ പപ്പനും പാർട്ടിയുടെ പടിക്ക് പുറത്താവും. മാർഷൽ വി സെബാസ്റ്റ്യൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.